നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു സിനിമ കണ്ടിട്ട് ഇറങ്ങിയതാണ്, അപൂർവ പുത്രന്മാർ. ശരിക്കും സിനിമയ്ക്ക് അതല്ല പേരിടണം, അപൂർവ മലങ്കൾട്ട് പുത്രന്മാർ എന്നിടണം, അല്ലെങ്കിൽ അപൂർവ ദുരന്തം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ഈ അടുത്തിടക്ക് കണ്ടിട്ടുള്ള മലയാള സിനിമയിൽ ഇത്രയും ഒരു കൂതറ സിനിമ വേറെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രജിത്തും പിന്നെ ശ്രീജിത്ത് പിന്നെ ആരതി കൃഷ്ണയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. സിനിമയിൽ നായകനായിട്ട് എത്തിയത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ്, ലാലു അലക്സിന്റെ രണ്ട് അപൂർവ മക്കളായിട്ടാണ് ബിബിൻ ജോർജും അല്ലെ നമ്മുടെ ഉണ്ണികൃഷ്ണനും വരുന്നത്. ജിജോ ജിൻഡോ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ. സത്യം പറഞ്ഞ ഈ സിനിമയെ കുറിച്ചിട്ട് എന്താണ് പറയേണ്ടത്? സിനിമയെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ലോകത്ത് നടക്കാത്ത എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതിനകത്തുണ്ട്. അതായത് ഈ ക്രിസ്തീയപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കഥയാണ്. പക്ഷെ അതിനെ വളരെ മോശമായ രീതിയിൽ, കാരണം സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. കാരണം വിശ്വാസത്തിന്റെ പേരിൽ എന്ത് കോപ്രായം ആര് കാണിച്ചാലും അതിനകത്ത് പോയി വീഴുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്, വിഡ്ഢികളായിട്ടുള്ള ജനങ്ങളുണ്ട് എന്നാണ് ഈ സിനിമ നമ്മളെ കാണിച്ചു തരാൻ ശ്രമിക്കുന്നത്. ഇതിനകത്ത് കൃപാസനത്തിനിട്ടൊക്കെ നല്ല രീതിയിലുള്ള കൊട്ടുകൊടുക്കുന്നുണ്ട്. അതെ അല്ലെ, ഇതിനകത്തൊരു പേര് കൃപാസനം എന്നല്ല, ഇതിന് പേരെന്ത് പറയുന്നത്? വിശുദ്ധ സഭാകൃതയോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് ഇതിനകത്തെ ഒരു ക്രിസ്ത്യാനി ആൾക്കാരെ കളിയാക്കുന്ന ഒരു രീതിയാണ് മീൻസ് അങ്ങനെ പറയാം നമുക്ക്. കാരണം ഒരു കമ്മ്യൂണിറ്റിയെ വളരെ വൃത്തികെട്ട രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. കാരണം നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് ഉള്ളതാണ്, പക്ഷെ എങ്കിലും അതിനെ ഇത്രയും വൾഗറായിട്ട് ചിത്രീകരിക്കണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇതിനകത്തെ ഈ ബാലാജി ശർമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിനകത്ത് ഒരു ഊമയായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പുള്ളി നിരീശ്വരവാദിയാണ്, ഇവരെല്ലാം വിശ്വാസികളും. അതായത് നമ്മുടെ ഈ വിശുദ്ധ സബാന്യൂസ് എന്നാണ് നമ്മുടെ ലാലു അലക്സിന്റെ ഒരു ക്യാരക്ടർ. അപ്പൊ പുള്ളി ഒരു ഗ്രാമത്തിലെ ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയൊരു പള്ളി, അവിടെ വിശ്വാസികളൊന്നും വരുന്നത് 19 ഇടവകക്കാരും അവിടുത്തെ മെമ്പേഴ്സ് പറയുന്ന മാക്സിമം 10 പേരാണ് ഈ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. ഈ മക്കള് രണ്ടുപേരും തലതിരിഞ്ഞ മക്കൾ, അതായത് വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും. അച്ഛൻ ഭയങ്കര വിശ്വാസിയാണ് ലാലു അലക്സ്. അപ്പൊ പുള്ളി പറയുന്നുണ്ട് അച്ഛനായിട്ട് വരുന്നത് ഇതിനകത്ത് നമ്മുടെ ഇവനാണ്, നമ്മുടെ എന്താണ് അശോകനോട് പറയുന്നുണ്ട്, അച്ഛോ നിങ്ങൾ വിഷമിക്കേണ്ട, ഒരു കാലത്ത് ഈ പള്ളിയിൽ ഭയങ്കര ആള് വരും, നിങ്ങൾ കണ്ടോ എന്നൊക്കെ പറയുന്നു. സത്യത്തില് എന്തൊക്കെയാണ് ഈ സിനിമയ്ക്കകത്ത് കാണി. ഇത് കഥ എഴുതിയ ഇവനെയും ഈ രണ്ട് ഡയറക്ടർമാരുള്ള ഇവന്മാരുടെ തന്നെയാണ് കഥയൊക്കെ എടുത്തിട്ട് കീറണം കേട്ടോ ഇവന്മാരൊക്കെ. ഇതുപോലത്തെ ഒരാൾ പോലും ഇതിനെപ്പറ്റി ഗുഡ് കമന്റ് പറയാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഈ സിനിമ എക്സ്പെഷ്യലി ഇതിന്റെ മോട്ടീവ്, ഒരു സ്റ്റോറി എന്ന് പറഞ്ഞ സംഭവം ഇല്ല. എങ്ങനെ ഒരു എന്തൊക്കെയോ കാട്ടിക്കൂട്ടി രണ്ട് നായികമാരെന്ന് അവതരിപ്പിച്ച രണ്ടെണ്ണം. എന്തിനാണോ ഇതിനെയൊക്കെ കൊണ്ടുവന്നത്? ശരിക്കും ഈ വിഷ്ണു ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ വിപിൻ ജോർജൊക്കെ ഇത്രയും മലങ്കൾട്ട് സിനിമയിലൊന്നും കയറി അഭിനയിക്കരുത്. കാരണം നിങ്ങളുടെ വില നിങ്ങൾ തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഈ ബാലാജി ശർമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഊമയാണ്. പെട്ടെന്ന് ഈ ലാലു അലക്സ് കഥ ഞാനങ്ങ് പറഞ്ഞേക്ക് കേട്ടോ, നിങ്ങൾ കാണാതിരിക്കാതെ നിങ്ങളുടെ ഇഷ്ടം. ലാലു അലക്സ് മരണപ്പെടുന്നു, പിന്നെ കൊണ്ടുപോയി കുഴിച്ച് മൂടുന്നതിന് മുമ്പ് അച്ഛൻ മക്കളോട് പറയുന്നുണ്ട്, ലാലു അലക്സിന്റെ ഒരു ആഗ്രഹമാണ്, മോനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവം അത് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വേണ്ടി കൊടുക്കണം. പക്ഷെ ശവം അടക്കി കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് മക്കൾ ഓർക്കുന്നത് ഒരു ആഗ്രഹം നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ കുഴി തോണ്ടി ഇത് എടുക്കുന്നു. ഇത് കാണുന്ന നമ്മുടെ കപ്പിയാരായിട്ടുള്ള നമ്മുടെ ധർമ്മജൻ പെട്ടെന്ന് ഇത് കാണുന്നു. അങ്ങനെ പള്ളിയിൽ അച്ഛനും ഇവന്മാർ രണ്ടുപേരും കൂടെ ചെയ്യുന്ന ഒരു ഡ്രാമ ആണ് ഈ പിന്നെ ലാലു അലക്സ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളൊരു സംഭവം. ഇതിനെ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങ് ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതായത് പക്കാ ബിസിനസ് ആയിട്ട് മതത്തെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അത് അവസാനം വരെയും ലാസ്റ്റ് ഈ മക്കൾ രണ്ടുപേരും കൂടെ ഇതിനെ വിറ്റ് ജീവിക്കുന്നതാണ് ഈ സിനിമ. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഭൂലോക ദുരന്ത സിനിമ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇങ്ങനൊന്നും പറയണം എന്ന് വിചാരിച്ചല്ല, പക്ഷെ വളരെ മോശമായി ആയിട്ടാണ് ഇതിന്റെ ഡയറക്ടർമാർ ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണേലും ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്ന സിനിമകൾ സത്യം പറയട്ടെ വളരെ മോശാവസ്ഥ എന്ന് വെച്ചാൽ അതിലും വലിയ മോശാവസ്ഥ.
ഇങ്ങനെ ഞാനൊരു സിനിമ കണ്ടിട്ട് ഞാനും കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഈ സിനിമയുടെ ഈ റിവ്യൂ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വന്നാലും എനിക്ക് പ്രശ്നമല്ല കേട്ടോ. കാരണം ഞാൻ 160 രൂപ കൊടുത്ത് ഈ സിനിമ ഉണ്ട്. സത്യം പറയും, ഈ സിനിമ കാണാൻ വന്നപ്പം ഞങ്ങൾ 4 പേരാണ് തിയേറ്ററിലുള്ളത്. ഞങ്ങൾ 11:45 തുടങ്ങേണ്ട സിനിമ 12 മണി വരെ കാത്തു നിന്ന് വഴിയെ പോയി 5-6 വരെ ഇവിടെ വിളിച്ചു വരുത്തി സിനിമ കണ്ട് ഇന്റർവെൽ ആയപ്പോ അവരിറങ്ങി. പടം തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ എക്സ്ട്രാ 3 ടിക്കറ്റ് എടുത്തു. അങ്ങനെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യാൻ. പൊന്നു വിഷ്ണു, പൊന്ന് ബിബിൻ ജോർജ്, ഇത്തരം സിനിമകൾ അഭിനയിച്ച് നിങ്ങളുടെ വില കളയരുത്. നിലവാരം കുറഞ്ഞ സിനിമകൾ എടുക്കരുത്. മലയാളികൾ ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്ന സിനിമ. എന്തായാലും എനിക്കിനി ഇതിൽ കൂടുതൽ ഈ സിനിമയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൈവിട്ടു അല്ലെ. ഇടയ്ക്കത്തെ ആ സീനൊക്കെ കണ്ട് നമ്മൾ ചിരിച്ചിരിച്ച് എന്തോ കോമാളിത്തരം അതൊക്കെ. സത്യം പറഞ്ഞ ക്രിസ്ത്യാനി ആൾക്കാരെ കളിയാക്കുക. നമ്മള് ശരിക്കുണ്ടല്ലോ ഈ സിനിമ കോമഡി സിനിമ ആണെന്ന് വിചാരിച്ചാണ് വന്നത് കേട്ടോ. പക്ഷെ അത് ഇങ്ങനെ ഒരുമാതിരി എന്താ പറയാ ഊക്ക് സിനിമയാണെന്നുള്ളത് എനിക്ക് ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും അവസാനം വരെ കാണണമെന്നുണ്ടായിരുന്നു, അത് കണ്ടു. എന്റെ റിവ്യൂ ഇതാണ്. പാട്ടൊക്കെ വെറും വേസ്റ്റ് പാട്ടുകളും ഒന്നുമില്ല ഈ സിനിമയ്ക്കകത്ത് എടുത്തു പറയാൻ. ഉള്ള കാര്യം പറയാം, ഒന്നുമില്ല ഈ സിനിമയ്ക്കകത്ത് എടുത്തു പറയാൻ. ആരെങ്കിലും ചോദിക്കാൻ പറയാം നിങ്ങൾ ഈ നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. ഇവിടെ ഇതില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ഇപ്പൊ എന്തെങ്കിലും ബാഡ് കമന്റ് വരികയാണെങ്കിൽ ഞങ്ങൾ ഫേസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഈ ഒരു സിനിമ എക്സാക്ട് രീതി ഞങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ അതിന്റെ മോട്ടീവ് ഞങ്ങൾക്ക് മനസ്സിലായി. ദുരന്തം ബാഡ് എന്ന് വെച്ചാൽ പക്ക ബാഡ്. ഓക്കെ, ബൈ.